വെൽക്കം ടു മൈ ചാനൽ ട്രാവൽ ടെക്സ്റ്റൈൽസ് ബൈ മൃദു. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മട്ടൺ റോസ്റ്റ്. നിങ്ങൾ എന്നോട് ചോദിക്കാറില്ലേ ഞാൻ നോൺ വെജ് ഉണ്ടാക്കാറില്ലേ കഴിക്കാറില്ലേ എന്നൊക്കെ. അപ്പോൾ ഇന്നൊരു മട്ടൺ റോസ്റ്റ് ആവാട്ടോ. ഞാൻ പാലക്കാടുള്ളതുകൊണ്ടാണ് ഞാൻ മട്ടൺ റോസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് 1/2 കിലോ മട്ടൺ ഉപ്പിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മിക്സ് ചെയ്യേണ്ട സാധനങ്ങൾ 2 പച്ചമുളക്, പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, പെപ്പർ റോസ്റ്റ് ആയതുകൊണ്ട് കുറച്ച് പെപ്പറും കൂടെ ഇട്ട് നന്നായി മിക്സ് ചെയ്ത് അതിനുശേഷം കുറച്ച് നാരങ്ങയും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് അരമണിക്കൂർ മൂടി വയ്ക്കണം. അതിനുശേഷം നമുക്കത് കുക്കറിലേക്ക് വെച്ച് ഒരു 15 മിനിറ്റ് വേവിക്കാൻ വയ്ക്കാം. അപ്പോൾ നമ്മളെ അടിപൊളി മട്ടൺ റോസ്റ്റ് റെഡി ആവില്ല. അതിനുശേഷം റോസ്റ്റ് ചെയ്യേണ്ട സാധനങ്ങൾ ഞാൻ വേറെ കാണിച്ചു തരാം. ഇപ്പോൾ തൽക്കാലം ഞാൻ 30 മിനിറ്റ് മാറ്റി വെച്ചു. അതിനുശേഷം ഞാൻ 30 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ കുക്കറിലേക്ക് ഇതെല്ലാം ഇട്ട് അങ്ങനെ കുക്കർ മൂടി വെച്ചു. ഇതിലേക്ക് ഞാൻ എൻ്റെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്തിരിക്കുന്നത് ജസ്റ്റ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ ഒപ്പം കുറച്ച് മല്ലിയും കൂടെ ഇട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചിരിക്കുന്നത്. വേറെ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. ആ വെള്ളത്തിൽ തന്നെ മട്ടൺ നല്ല വെന്ത് കിട്ടും. അപ്പോൾ മട്ടൺ വെന്തിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട് വെന്തു. പക്ഷേ എനിക്കിത് കണ്ടു കഴിഞ്ഞാൽ കുറച്ച് മൂത്ത മട്ടനായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ടേസ്റ്റ് ഗംഭീരം, പറയാതിരിക്കാൻ വയ്യ. അങ്ങനെ മട്ടനൊന്നും കണ്ടു കഴിഞ്ഞാൽ എനിക്കങ്ങനെ നല്ലതാണോ ശരിയാണെന്ന് കാണാനുള്ള ടാലൻറ്റ് ഇല്ലാത്തത് കൊണ്ട് പറ്റിപ്പോയതാണെന്ന് തോന്നുന്നു. എന്തായാലും ഒരു കടായിൽ കുറച്ച് എണ്ണ ഒഴിച്ചു. അതിലേക്ക് ഞാൻ ആദ്യം തന്നെ കൊത്തി അരിഞ്ഞ കോക്കനട്ട് ഇട്ട് കൊടുത്തു, പിന്നെ ഉള്ളി ഇട്ട് കൊടുത്തു, പച്ചമുളക് ഇട്ട് കൊടുത്തു, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്തു. ശേഷം വേവിക്കാൻ വേണ്ടിയിട്ട് അതേ പൊടികൾ ഇവിടെയും ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പെപ്പർ പൗഡർ, ഗരം മസാല ഇത്രയായിട്ട് നന്നായി വഴറ്റിയെടുക്കുക. വഴറ്റിയെടുത്തതിന് ശേഷം വേവിച്ച് വെച്ച മട്ടൺ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. വെള്ളം വാലുന്ന വരെ കുറച്ച് നേരം നമുക്ക് ഇളക്കിക്കൊണ്ടേയിരിക്കാം. നന്നായി റോസ്റ്റായിട്ട് പാകത്തിന് വെള്ളം നിൽക്കുമ്പോൾ ആ സമയത്ത് നമുക്ക് ഓഫ് ചെയ്തിട്ട് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളിയെല്ലാം വാട്ടിക്കഴിഞ്ഞു. ഇനി ഈ സമയത്ത് ഈ മാറ്റി വെച്ചിരിക്കുന്ന ഈ പൊടികളെല്ലാം ഞാൻ അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതെല്ലാം മിക്സ് ചെയ്ത് കൊടുത്ത് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഉപ്പും കൂടെ ഒന്ന് ഓൾറെഡി മട്ടണിൽ കൊടുത്തത് കൊണ്ട് ഇതിൽ അതനുസരിച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം നന്നായി ഇളക്കിയതിന് ശേഷം തക്കാളി വേണമെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ ലാസ്റ്റ് തക്കാളി ഇട്ടാലും മതി. ഇപ്പോൾ ഇടേണ്ട ആവശ്യമില്ല. മട്ടനൊക്കെ ഇട്ടതിന് ശേഷം തക്കാളി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇപ്പോൾ ഞാൻ നന്നായിട്ട് ഇങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. കുറച്ച് ഗ്യാസ് പോകും, പക്ഷേ കുഴപ്പമില്ല. നമുക്ക് സിലിണ്ടർ എക്സ്ട്രാ വേറെ ഉള്ള ഒരു ധൈര്യത്തിൽ ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ മട്ടൻ ഇട്ടു. അതിനുശേഷം നന്നായി റോസ്റ്റായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. വെള്ളമൊക്കെ വാങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഓഫ് ചെയ്ത് മൂടി വയ്ക്കുക. കുറേ നേരം കഴിഞ്ഞ് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം തന്നെ നല്ല അടിപൊളി മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ലാസ്റ്റ് ഞാൻ വേറൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ഇടുന്നുണ്ട്. കുറച്ച് കുരുമുളക് ഉണ്ടല്ലോ, പൊടിയല്ലാത്ത കുരുമുളകായിട്ട് അതും കുറച്ച് പട്ടയും കൂടെ ചേർത്ത് ഒന്ന് മിക്സിയിൽ ഒന്ന് പൊടിച്ച് ഇതിൻ്റെ മേലെ ഒന്ന് വെതറി കൊടുക്കുമ്പോൾ വേറൊരു നല്ലൊരു സ്മെല്ലാണ്. അത് ലാസ്റ്റ് ഇട്ടാൽ മതി. ഇപ്പോൾ ഞാൻ തക്കാളിയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോഴേക്കും മറ്റേതൊന്ന് പൊടിച്ച് റെഡിയാക്കി വയ്ക്കാം. എന്നിട്ട് ലാസ്റ്റ് തക്കാളി എല്ലാം ഒന്ന് ലേശം ഒന്ന് വെന്തൊക്കെ വരുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ ഈ പൊടിയും കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മട്ടൺ റോസ്റ്റ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെയാണോ നിങ്ങൾ മട്ടൺ റോസ്റ്റ് ഉണ്ടാക്കുന്നത് ആണെങ്കിൽ ഒന്ന് ഇങ്ങനെയാണ് എന്ന് പറയാം. അല്ലെങ്കിൽ വേറെ രീതിയിലാണെങ്കിൽ ഞാൻ വേറെ റെസിപ്പിയായിട്ട് ഞാൻ വേറൊരു ദിവസം വരുന്നതായിരിക്കും. പക്ഷേ ഞാൻ പാലക്കാട് വരുമ്പോഴേ ഞാൻ മട്ടൺ റോസ്റ്റൊക്കെ ഉണ്ടാക്കുള്ളൂ. ഞാൻ ചെന്നൈയിൽ ഉണ്ടാക്കാറില്ല. അപ്പോൾ അതുകൊണ്ടാണ് അധികം ചെന്നൈ റെസിപ്പീസിലൊന്നും നോൺ വെജ് കാണാത്തത്. അപ്പോൾ നമ്മുടെ മട്ടൺ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ അടിപൊളിയായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം. പാലക്കാട് വ്ളോഗ്സ് ഇനിയും ഉണ്ടാകും. പാലക്കാട് മാത്രമല്ല, ഇനി ഗുരുവായൂർ വ്ളോഗ്സും കൂടെ വരുന്നുണ്ട്. ഞാൻ വ്രതത്തിലായതുകൊണ്ട് ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.